ഹലോ, ഇന്ന് ഞാനും അച്ഛനും സാധനം വാങ്ങാൻ പുറത്തേക്ക് പോവുകയാണേ. അപ്പോൾ ഒരു ചായ കുടിച്ചാലോ എന്ന് വെച്ചു. നല്ല മഴയായിരുന്നു. മഴ കുറച്ച് ഒന്ന് ഒതുങ്ങിയ സമയത്താണ് ചായ കുടിക്കുന്നത്. ഇടവണ്ണന്നാണ് കേട്ടോ ചായ കുടിക്കുന്നത്. നിങ്ങൾ മിക്ക സമയത്തും വരാറുള്ളൊരു കടയാണ് കേട്ടോ ഈ ചായക്കട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈവനിങ് ഞങ്ങൾ വന്നിരിക്കാറുള്ളത് ഈ ഒരു ഇടവണ്ണ പാലത്തിങ്ങലാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു സമാധാനമാണ്. ഇപ്പോൾ മഴയായതുകൊണ്ട് അങ്ങനെ ഇടയ്ക്കൊക്കെ പോകാറുള്ളൂ. അപ്പോൾ ഞാൻ കാറിലിരിക്കുകയാണ്, അച്ഛൻ എനിക്ക് ചായയും കൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ചായ കുടിച്ചു, അതുപോലെ തന്നെ കടി വേണം. അപ്പോൾ ഈ കട്ട്ലേറ്റ് എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ കട്ട്ലേറ്റും കൂടെ അച്ഛൻ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഞാൻ വണ്ടിയിലിരുന്ന് തന്നെയാണ് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കും. ഈവനിങ് സ്നാക്സിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ് കേട്ടോ കട്ട്ലേറ്റ് എന്നുള്ളത്. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതും ചായയും കുടിച്ചിങ്ങനെ ചുറ്റും ആസ്വദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്, മഴ പെയ്യാനുള്ള കോളുണ്ട്. അപ്പോഴേക്കും ചായ കുടിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ചായ കുടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിയുന്നത് എന്താണെന്ന് വെച്ചാൽ വണ്ടിയെ ചാരിയിട്ട് വേറൊരു വണ്ടി ഉണ്ട് കേട്ടോ. വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ വണ്ടിക്ക് മുന്നോട്ട് എടുക്കണമെങ്കിൽ എൻ്റെ വണ്ടി മാറ്റി കൊടുക്കണം. അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. ഇവിടെ ഐസ്ക്രീം, പായസം, ചായ, അതുപോലെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഉപ്പിലിട്ട സാധനങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ച് പോവുകയാണ് കേട്ടോ. അപ്പം അച്ഛൻ ചായക്കടയിൽ നടന്ന ഓരോ തമാശയും പറഞ്ഞുകൊണ്ട് പോരുകയാണ്. അച്ഛന് പായസം കുടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പായസം അച്ഛൻ കുടിച്ചു കേട്ടോ. അങ്ങനെ അച്ഛനൊരു ചെറിയൊരു ഫോൺ വാങ്ങിയിട്ടുണ്ട്. ചെറുത് മതി എന്ന് പറഞ്ഞാൽ അച്ഛൻ അധികം ഫോൺ യൂസ് ചെയ്യാത്ത ആളാണ്. പക്ഷേ ചെറിയൊരു ഫോൺ അച്ഛനിപ്പോൾ ഞങ്ങൾ വാങ്ങാൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം അച്ഛൻ ഫോൺ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചേച്ചിമാർക്കൊക്കെ പ്രാങ്ക് കോൾ ചെയ്തിട്ട് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ വിളിക്കുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിലാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അച്ഛൻ തന്നെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിനൊപ്പം ഞാൻ ചേച്ചിമാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ അച്ഛൻ്റെ വോയിസ്. അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളെ പറ്റിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം അവിടെ കോൾ ചെയ്ത് നിന്നു. അങ്ങനെ നല്ല മഴയായിരുന്നു. മഴ കുറച്ചൊന്ന് ഒതുങ്ങിയ സമയത്ത് ഞങ്ങൾ തിരിച്ചു വിട്ടു. അപ്പോൾ ചേച്ചിമാർക്ക് പിന്നെയും കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിശേഷങ്ങൾ ചോദിച്ച് അങ്ങനെ കോൾ ചെയ്തിരിക്കുകയാണ് കേട്ടോ. മഴ ഒന്ന് അടങ്ങുന്ന സമയത്ത് ഞങ്ങൾ പോകാമെന്ന് വെച്ചു. വലിയ ചേച്ചിക്ക് പെട്ടെന്ന് അച്ഛൻ്റെ പ്രാങ്ക് കോൾ പിടികിട്ടി. രണ്ടാമത്തെ ചേച്ചിയാണ് കുറച്ച് സമയം എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് അച്ഛൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ഞങ്ങൾ